വിഷപ്പാമ്പുകളുടെ ഉപദ്രവം നമ്മുടെ സംസ്ഥാനത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെരുവ് നായ്ക്കൾ എന്തുകൊണ്ട് ഇത്രയേറെ പെരുകി എന്നതിൻ്റെ കാരണം തന്നെയാണ് ഇവിടെയുമുള്ളത്. മനുഷ്യൻ പ്രകൃതിയുടെ സ്വഭാവം മനസ്സിലാക്കാതെ അവന് പ്രകൃതിയേക്കാൾ ബുദ്ധിയുണ്ട് എന്ന് നടിച്ചുകൊണ്ട് ചില പൊട്ട നിയമങ്ങൾ ഉണ്ടാക്കും. ആ പൊട്ട നിയമങ്ങൾ തന്നെയാണ് അവന് ഹാനി ഉണ്ടാക്കുന്നത്, അവനത് ദോഷകരമായിട്ട് മാറുന്നത്. ഇവിടെ നമുക്കറിയാം, പാമ്പ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പാമ്പ് വന്നാൽ അതിനെ കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല. അത് കടിച്ചാൽ നിങ്ങൾ ചാകും. അത് വീട്ടിനുള്ളിലോ പരിസരത്തോ എവിടെയെങ്കിലും കയറി പതുങ്ങിയിരുന്ന് അബദ്ധവശാൽ നമ്മളതിനെ ചവിട്ടുകയോ മറ്റോ ചെയ്താൽ അത് കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊരു 90% മരണം ഉറപ്പാണ്. ആശുപത്രിയിലേക്ക് എത്തിച്ച് രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവി നമ്മുടെ വീട്ടിലോ പരിസരത്തോ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ കൊല്ലാൻ പാടില്ല എന്നും, കൊന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ചേർത്ത് കേസെടുക്കുമെന്ന് നിയമമുണ്ടാക്കി വെച്ചാൽ എങ്ങനെയാണ് നമുക്കതിനെ കൊല്ലാൻ പറ്റുന്നത്? പഴയ കാലത്ത് പാമ്പുകളുടെ ശല്യം ഇത്രയധികം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, പഴയ കാലത്ത് തെരുവിളക്കുകൾ തന്നെ കുറവാണ്, വെളിച്ചം കുറവാണ്. ആധുനിക കാലത്തെ പോലെ അടച്ചുറപ്പുള്ള വീടുകളില്ല. അന്നൊന്നും നമ്മൾ ഇത്രയധികം പാമ്പുകളെക്കുറിച്ച് കേട്ടിട്ടില്ല. പാമ്പുകൾ നമുക്കിത്ര വലിയ ഭീഷണിയുമായിരുന്നിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിൽ പറയാതെ സെക്കൻഡ് ഷോയ്ക്ക് പോകും ഞങ്ങൾ പിള്ളേർ. വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് വിടില്ല. അതുകൊണ്ട് വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ്, പഴയ കാലത്ത് വീട്ടുകാരൊക്കെ നേരത്തെ ഉറങ്ങും, 8-8:30 ആകുമ്പോൾ അവർ കിടക്കും. ഇന്നത്തെ കാലത്ത് 12 മണി എല്ലാവരും ഉറങ്ങത്തില്ല. അപ്പോൾ അവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവരറിയാതെ പതുക്കെ കതക് തുറന്ന് പുറത്തിറങ്ങി ഞങ്ങൾ സിനിമാ തിയേറ്ററിൽ പോകും. അങ്ങനെ പല തിയേറ്ററുകളിൽ ഞങ്ങൾ പോയിട്ട് സിനിമ കാണുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൈകളിൽ ടോർച്ചില്ല, റോഡിൽ വെളിച്ചമില്ല, അങ്ങ് പോവുകയാണ്. എന്നാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് ഉണ്ടോ, പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു പാമ്പിനെ ചവിട്ടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ഒരു ബോധമേ ഒന്നുമില്ല, ഞങ്ങളങ്ങ് പോവുകയാണ്. എന്നാൽ ആ സമയത്തെങ്ങും തന്നെ ഞങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള പാമ്പ് കടിയും ഏറ്റിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ എൻ്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും വ്യക്തിക്ക് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടതായിട്ട് അറിയുകയുമില്ല. കാരണം അന്നത്തെ കാലത്ത് വീടിൻ്റെ പരിസരത്തൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ജീവനോടെ തിരികെ പോയില്ല. അതിനെ തല്ലിക്കൊന്നിരിക്കും. തല്ലിക്കൊന്ന് അപ്പളെ കുഴിച്ചിടും. അത് മൂർഖനായാലും അണലിയായാലും ഏത് തന്നെയായാലും ആ സ്പോട്ടിൽ അതിനെ ആൾക്കാർ കൊല്ലും. അങ്ങനെ കൊന്നിരുന്നത് കൊണ്ട് ഇവയുടെ പെരുപ്പം കുറവായിരുന്നു. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം കൂടുതലായി കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ മറ്റൊരു ജീവി അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മാനുകളെ സംരക്ഷിക്കാൻ വേണ്ടി മാനുകളെ ഒന്നും കൊല്ലരുത് എന്നൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മാനുകളെല്ലാം കൂടെ പെരുകി ഈ ഭൂമിയിലുള്ള വെജിറ്റേഷൻ മൊത്തം അവ തിന്നു തീർക്കും. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നത് പ്രകൃതിക്ക് ഹാനിയാണെന്ന് പ്രകൃതിക്കറിയാവുന്നത് കൊണ്ടാണ് പ്രകൃതി കടുവകളെയും സിംഹങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവ ചെന്നിട്ട് കുറേ മാനുകളെ പിടിച്ച് കൊന്നു തിന്നുമ്പോൾ അവയുടെ എണ്ണം എത്രയാണോ ആവേണ്ടത് ആ ഒരു അളവിൽ കൃത്യമായിട്ട് നിലനിൽക്കും. ഇവിടെ മനുഷ്യൻ പാമ്പുകളെ കൊല്ലരുത്, പാമ്പുകളെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ജനവാസ മേഖലയിൽ പോലും വരുന്ന പാമ്പുകളെ കൊല്ലാനുള്ള അനുമതി ആൾക്കാർക്ക് കൊടുക്കാതെ പാമ്പ് പിടുത്തക്കാരെ നിയോഗിക്കുകയാണ്. ഇവർ പാമ്പിനെ ഒരിടത്തു നിന്ന് പിടിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടും. ആ സാധനം വീണ്ടും മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഇവർ അവിടെ ചെന്നിട്ട് അതിനെ പിടിച്ച് പഴയ സ്ഥലത്ത് കൊണ്ടുവിടും. അപ്പോൾ ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാപരിപാടി മൂലം പാമ്പുകൾ കൊല്ലപ്പെടുന്നില്ല, അവ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പട്ടികളുടെ എണ്ണം പെരുകുമ്പോൾ കുറേ പട്ടികളെ പിടിച്ച് കൊല്ലണം, കൊന്നു തള്ളണം, അല്ലെങ്കിൽ കുറേ പട്ടികളെ പിടിച്ച് കാട്ടിൽ കൊണ്ടിടണം. അവിടെ ഇഷ്ടം പോലെ വന്യജീവികൾ ആഹാരം കിട്ടാൻ നടക്കുന്നുണ്ട്. ഇവയിൽ കുറേ എണ്ണത്തിനെ പിടിച്ച് അവിടെ കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ വല്ല സിംഹമോ കടുവയോ പുലിയോ ഒക്കെ പിടിച്ച് അതിനെ തിന്നോളും. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതിന് പകരം ഇവർ ചില സ്പെഷ്യൽ ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ ജീവികൾ മനുഷ്യൻ്റെ ജീവനും സുരക്ഷയ്ക്കും തന്നെ ഭീഷണിയായിട്ട് വരുമ്പോൾ അവർക്കതിനെ കൊല്ലാൻ പറ്റാത്ത തരത്തിൽ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടാകാം എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കാം. അത് മറ്റൊന്നുമല്ല, മെഡിക്കൽ മാഫിയകൾക്ക് വേണ്ടിയും ഇവരിത് ചെയ്യാം. പട്ടികളെ ഇവിടെ കൊല്ലാതെ നിലനിർത്തിയിരിക്കുന്നത് എന്തിനാണ്? റാബീസ് വാക്സിൻ വിൽക്കാൻ വേണ്ടിയാണ്. റാബീസ് വാക്സിൻ, ABC മുതലായ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് ഈ ആശുപത്രികളും മരുന്ന് കമ്പനികളും ഒക്കെ ചേർന്നാണ്. അപ്പോൾ അവരുടെ ഒരു വലിയ ബിസിനസ്സാണ് ഈ നായ്ക്കളെന്ന് പറയുന്നത്. നായ്ക്കളുണ്ടെങ്കിൽ നായ്ക്കളെ വളർത്തുന്നവർ അതിന് വാക്സിൻ എടുക്കണം, മൃഗങ്ങളെ പരിപാലിക്കുന്നവർ വാക്സിൻ എടുക്കണം, നായ നക്കിയാൽ വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ആൾക്കാരെ പേടിപ്പിച്ച് അവരുടെ ഉത്പന്നം വിൽപ്പിക്കാൻ അവർക്ക് സാധിക്കും. അവർ കൊടുക്കുന്ന വാക്സിൻ എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഉറപ്പായിട്ടും അത് രക്തത്തിലേക്ക് ചെല്ലുമ്പോൾ പലതരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഒരു പട്ടി നക്കിയതിൻ്റെ പേരിൽ വാക്സിൻ എടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. നമ്മളത് കേട്ടിട്ടുണ്ട്.
നായ കടിച്ചു അല്ലെ പൂച്ച മാന്തി വാക്സിൻ എടുത്തു, ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. കാരണം ആ വാക്സിൻ്റെ സൈഡ് ഇഫക്റ്റാണ്. അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരാം. അപ്പോൾ ഇതെല്ലാം മരുന്ന് മാഫിയകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളാണ്. അതേ ഒരു കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ പാമ്പും എത്തിയിരിക്കുന്നത്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ബിസിനസ് കിട്ടുന്നത്? ആശുപത്രിക്കാണ്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻറ്റിവനം ഇരിപ്പുണ്ട്. കുറേയേറെ പാമ്പുകൾ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴിഞ്ഞ് നടക്കുന്നുണ്ട്. അവയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവ കടിക്കുന്ന ആൾക്കാരൊക്കെ ആശുപത്രിയിലേക്ക് പോകും. ആൻറ്റിവനം ബിസിനസ് നല്ലപോലെ നടക്കും. അപ്പോൾ ഇത് മരുന്ന് മാഫിയകൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്ന പണിയാണോ എന്നുള്ളത് നമ്മൾ ന്യായമായിട്ട് സംശയിക്കണം. എന്തായാലും ശരി, ഇപ്പോൾ കേരളത്തിലൊരു സർക്കാർ മാറി പുതിയ സർക്കാർ വരുന്നു. ഇവരുടെ അടുക്കൽ നമ്മുടെ നാട്ടിലെ സംഘടനകൾ, അതായത് പൊതുജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളും മതങ്ങളും ഒക്കെ ചെന്നിട്ട് ജനങ്ങൾക്ക് ദ്രോഹമായിട്ടുള്ള നിയമങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയാൻ പറയണം. പാമ്പുകൾ ജനവാസ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അവയെ കൊല്ലാനുള്ള അധികാരം ജനങ്ങൾക്ക് കൊടുക്കണം. പാമ്പുകൾ വസിക്കേണ്ടത് കാട്ടിലാണ്. അവിടെ നിന്ന് അത് പുറത്തിറങ്ങി ജനവാസ മേഖലയിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് അപകടമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവയെ കൊല്ലാൻ പാമ്പ് പിടുത്തക്കാർ ഒരാവശ്യമില്ല. അവയെ കൊന്നു കുഴിച്ചിടാനുള്ള അധികാരം ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല, പട്ടികളുടെ ശല്യം ഉണ്ടായിരുന്നില്ല, യാതൊരു ജീവികളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്നത്തെക്കാളേറെ ജീവികൾ ഉണ്ടായിരുന്ന സമയമാണ്. അവർക്ക് യാതൊരു കുഴപ്പവും അതുകൊണ്ടുണ്ടായില്ല. അവർ സുഖമായിട്ട് ജീവിച്ചു. ആ ജീവികളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവയൊന്നും തന്നെ മനുഷ്യൻ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ വന്യജീവികൾ ജീവിക്കാൻ വേണ്ടിയുള്ള വനം വെട്ടി നശിപ്പിക്കാതിരിക്കുക, വനങ്ങളുടെ വിസ്തൃതി കുറയ്ക്കാതിരിക്കുക, വന്യമൃഗങ്ങൾക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. എന്നാൽ ജനവാസ മേഖലയിലേക്ക് അവ വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവയെ കൊല്ലാനുള്ള അധികാരവും മനുഷ്യർക്ക് കൊടുക്കണം. അപ്പോൾ അത്തരത്തിൽ മനുഷ്യർക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മരുന്ന് മാഫിയകൾക്ക് വേണ്ടിയും പ്രകൃതിയെ അറിയാതെയുമൊക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ എക്കാലവും നമുക്ക് ദ്രോഹം മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ ജനങ്ങൾക്ക് ദ്രോഹമാകാത്ത രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ദ്രോഹമായിട്ട് മാറിയിട്ടുള്ള നിയമങ്ങൾ മാറ്റി എഴുതാൻ തക്കവണ്ണം ജനപ്രതിനിധികൾക്ക് സാധിക്കുകയും ചെയ്യണം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പ്രകൃതിയെ മനസ്സിലാക്കാതെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല. ആദ്യം പ്രകൃതിയെ പഠിക്കണം. പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ചായിരിക്കണം നമ്മുടെ നിയമവും പോകേണ്ടത്. ഞാൻ ഈ 18 വയസ്സ്, അതായത് ഒരു കുട്ടിക്ക് 18 വയസ്സായാലേ പ്രായപൂർത്തിയാകുള്ളൂ എന്നുള്ള നിയമം പോലും പൊട്ട നിയമമാണ്. ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് അയാളുടെ ശരീരമാണ് തീരുമാനിക്കുന്നത്. ചില കുട്ടികൾ 12ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയാകും, ചിലർ 13ാമത്തെ വയസ്സിലാകും, ചിലർ 15 ആയിരിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നുള്ളത് പ്രകൃതിയാണ് തീരുമാനിക്കേണ്ടത്. അതിൽ പ്രകൃതി എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കണം നമ്മളും എടുക്കേണ്ടത്. ഇത് പ്രകൃതിയെ മറികടന്നുകൊണ്ട് 18 വയസ്സായാൽ മാത്രമേ ഒരാൾ പ്രായപൂർത്തിയാകുമെന്ന് പറയുന്നത് എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്നിട്ട് 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവനൊരു കുട്ടിയാണ്, അല്ലെ അവളൊരു കുട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊട്ട നിയമങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ നിയമങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണം. അതിനുവേണ്ടി പൊതുജനങ്ങൾ ഒന്നിച്ച് ശ്രമിക്കണം. താങ്ക് യു.